ഹലോ മൈ ഡിയർ ഓൾ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഹാരാഷ്ട്രക്കാരുടെ ട്രഡീഷണൽ ഡിഷായ പിട്ലയാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പ് കടലമാവ്, 2 ഉള്ളി, ഒരു 5 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി ഇല്ലി, പിന്നെ ഒരു ചെറിയ ബൗൾ മേത്തിയുടെ ഇല, അതായത് ഉലുവയുടെ ഇല. ഇതെല്ലാം നന്നായിട്ടൊന്ന് കൊത്തി അരിയുക കേട്ടോ. ഉലുവയുടെ ഇല അരിയേണ്ട ആവശ്യമില്ല. ഇതിവരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഇതൊരു ഉലുവയുടെ ഇലയൊന്നും ചേർക്കണം എന്നൊന്നുമില്ല. ഇത് പ്ലെയിനായിട്ടും അവരുണ്ടാക്കാറുണ്ട്. മിക്കവാറും ആളുകൾ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവയുടെ ഇലയുള്ളത് കൊണ്ട് ഞാൻ ഉലുവയുടെ ഇലയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ 2 ഉള്ളി പറഞ്ഞാൽ ഉള്ളി കുറച്ച് അധികം വേണം അതിന്, അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടലമാവ് ചേർത്തുണ്ടാക്കണതല്ലേ, അതുകൊണ്ട്. ഈ ഇലക്കറി കൂട്ടാതെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട് ഇലക്കറി എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തതാണ്. കുറച്ച് മല്ലിയില അധികം ഇട്ടാൽ മതി ഇതിൽ ഞാൻ പേരിന് കുറച്ച് മല്ലിയില ലാസ്റ്റിൽ ഇടണുള്ളൂ. 1 ടേബിൾ സ്പൂൺ നിലക്കടല ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇടികല്ലിലിട്ട് ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കുക. ഇത് പിന്നെ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല അത് ഇടണമെന്ന്. ഇത് അതിലൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ, വീട്ടിലുണ്ടെങ്കിൽ. ഇപ്പം നിലക്കടല മാറ്റിയിട്ട് അവിടെ ഞാൻ വേറെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനി ചൂടാവട്ടെ. ചൂടാവുമ്പോൾ ഒരു 3 സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാനിനി 1 സ്പൂണ് കടുക് ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. കടുക് നന്നായി പൊട്ടണം. അതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂണ് ജീരകം കൂടിയിട്ട് ചേർക്കാം. പിന്നെ ജീരകം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മണം വരും. വെളുത്തുള്ളി മൂക്കുന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് കേമാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പച്ചമുളകും ഉള്ളിയും കൂടിയിട്ട് അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ചപ്പാത്തിയുടെ കൂടെ ബാക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു ഡിഷാണ്. ഇന്ന് മാത്രമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഓരോരോ നാട്ടിലെ ഓരോരോ രീതിയിലുള്ള ട്രഡീഷണൽ വിഭവങ്ങൾ അല്ലേ. നമുക്ക് എത്ര വിഭവങ്ങളുണ്ട്. അതുപോലെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വിഭവങ്ങളുടെ ഒരെണ്ണമാണ് ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുത്താലേ ഭയങ്കര ഇഷ്ടമായിരിക്കും. ലേശം കായം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉലുവയുടെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഉലുവയുടെ ഇല ഒരു ബൗൾ എടുത്തിട്ടുള്ളത്, പക്ഷേ അത് ഇതിലിടുമ്പോഴേക്കും ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ, പിന്നെ അങ്ങനെ ചുരുങ്ങിപ്പോവും. ഒരുപാട് കൂടുതലിട്ടാൽ പിന്നെ അതിൻ്റെ ഒരു കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൂടുതലിടാനും പറ്റില്ല. ഇതിപ്പോൾ പാകമാണ്. അളവൊക്കെ നമ്മളുടെ കയ്യിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഒരു അളവ് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അളവൊക്കെ എടുക്കണത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അളവെടുത്തിട്ടൊന്നും ഉണ്ടാക്കില്ല, ഒക്കെ കയ്യിൽ വരുന്ന പോലെ അങ്ങോട്ട് ഇടുകയല്ലേ വേണ്ടു. ഈ സമയത്ത് അപ്പുറത്തെ ബേണറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കടലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ച മണം നന്നായിട്ട് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ ഒരുപാട് മൂത്ത് പോകാനും പാടില്ല. ഒരുപാട് മൂത്താലും അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. പച്ച മണം പോണ വരെ മാത്രം വഴറ്റിയാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം.
ഇപ്പോൾ നമ്മുടെ കടലപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയിരിക്കുന്നു. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചാൽ കട്ടകളൊക്കെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടില്ലേ ഇതുപോലെ. ഇതാണ് പ്രധാനം ഇതിൽ കേട്ടോ. നോക്കിക്കോളൂ എങ്ങനെയാണ് ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വേണം അതിന്. ഇത് ആറിക്കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയാവുന്ന സാധനം ആയതുകൊണ്ട് ഒരു സെമി സോളിഡ് സ്റ്റേജിൽ നിൽക്കണ്ടേ, ആ രീതിയിലുള്ള വെള്ളം നമ്മൾ ചേർക്കണം. കടലമാവ് ആറുമ്പോൾ ഒരുപാട് കട്ടിയാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം കേട്ടോ. ചെയ്യില്ലേ? അപ്പോൾ ഇനി നോക്കുക എത്ര കൺസിസ്റ്റൻസിയിൽ വെള്ളം നമുക്ക് വേണം എന്നുള്ളത്, അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറായിരിക്കുന്നു. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ആ കടല ക്രഷ് ചെയ്ത് വെച്ചതല്ലേ അതും ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം.